ഇന്ന് വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മോള് കണ്ടില്ല എൻ്റെ ട്രൈപോഡ് വലിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഈ റെഡി ആവണത് എവിടേക്കാ വെച്ചാൽ അംഗനവാടിക്കാണ് കേട്ടോ. മോൾക്ക് പൊടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു അംഗനവാടിയിൽ നിന്ന്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ശരിക്കും 6-ാം മാസം മുതൽ കിട്ടലുണ്ട്. ഞാൻ ഉണ്ടാവില്ല വിചാരിച്ച് ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ടീച്ചറോട്ട് ഇങ്ങോട്ടും വിളിച്ചതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോയത് നല്ല നട്ടുച്ചയൊക്കെ ആയതുകൊണ്ട് തന്നെ മോളെ ഞാൻ ഉമ്മാൻ്റെ വീട്ടിലാക്കിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരാളുണ്ടല്ലേ എക്സാമിന് പോണ പോക്കാട്ടോ. അപ്പോൾ ക്രിസ്മസ് എക്സാമൊക്കെ അല്ലേ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. നടന്ന് പോകാനുള്ള ദൂരമൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നല്ല വെയിലല്ലേ വിചാരിച്ചിട്ട് മൂപ്പരെയും കൂട്ടി. മൂപ്പര് ഏതായാലും വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ. അടുത്ത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ എത്തി. അങ്ങനെ പൊടിയൊക്കെ മേടിച്ചിട്ട് ഞാൻ നേരെ വീട്ടിൽ പോരാൻ വേണ്ടിയിട്ട് നിന്നു. ഇന്നെ അവിടെ അംഗനവാടിയിലാക്കിയിട്ട് ഹസ്ബൻഡ് പാലത്തിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ വരാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ സാധനം മേടിച്ചിട്ട് ആൾ വരുമ്പോഴേക്കും ഞാൻ കുറച്ച് അങ്ങോട്ട് മേലേക്ക് നടന്നു. ആകാശം കണ്ടില്ല, നല്ല നട്ട വെയിലായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മദ്രസിൻ്റെ അവിടെ എത്തിയപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പാലത്തുമ്മ പോയിട്ടോ. അപ്പോൾ ഒരാളുണ്ടല്ലേ ബസ് അതൊക്കെയുണ്ട് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ റൈസൊക്കെ മേടിച്ചിട്ട് ഓൾക്കും കൊടുത്തിട്ട് ഞങ്ങൾ നേരെ പാലത്തിൻ്റെ അവിടെ പോയിട്ടോ. നല്ല വെയിലായതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല. കടകളൊന്നും തുറന്നിട്ടും ഉണ്ടായിരുന്നില്ല. ഈവനിങ് ആവും കടകളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു കട മാത്രം തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കി തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒരു ചിക്കൻ റോളൊക്കെ മേടിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അങ്ങനെ ഹസ്ബൻഡിന് ഫുഡൊക്കെ കൊടുത്തിട്ട് മോൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നിന്നു. അതാണ് ഏറ്റവും വലിയ പണി. അതിൻ്റെ ഇടയിൽ നാത്തും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക്. അങ്ങനെ നാത്തൂനൊപ്പം ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് എനിക്ക് 3 നാത്തുമാരായിട്ടുള്ളത്. 3 ആൾ വരുമ്പോഴും ഒന്നുമില്ലാണ്ട് ഒരിക്കലും വീട്ടിലേക്ക് വന്നിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ആയിട്ട് കൊണ്ട് മുട്ടായി ആയിട്ടും ചിക്കനോ മീനോ അങ്ങനെ ആയിട്ടൊക്കെ കൊണ്ടുവരലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.